വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ നിങ്ങൾക്കൊക്കെ? 8ാം ക്ലാസ്സിലെ എക്സാം ഒക്കെ ഉഷാറായിട്ട് എഴുതി വീട്ടിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കാമെന്നറിയാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലോട്ടാണ് അല്ലേ. നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. ബിക്കോസ് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ബോർഡ് എക്സാം അല്ലെ, 10th എക്സാം ആണ്. അവിടെ നമുക്ക് നല്ല മാർക്ക്, ബിക്കോസ് നമുക്കറിയാം 10th എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന ഒരു എക്സാം ആണ് അല്ലെ, 10th എക്സാം. അപ്പം അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മളെ ബേസിക്സ് ഭയങ്കര തറായിരിക്കണം. ഇത്രയും കാലം പോട്ടെ, ഇത്രയും കാലം എങ്ങനെയെങ്കിലുമൊക്കെ ആവട്ടെ, പക്ഷേ ഇനി നമ്മൾ ഉടായിപ്പ് കളിച്ച് ഉഴപ്പി നടക്കാൻ പറ്റുന്ന സ്റ്റേജിലല്ല. 9th എന്ന് പറയുമ്പം നിങ്ങൾ തന്നെ സീനിയേഴ്സ് തന്നെ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ ഒരുപാട് പഠിക്കാനുണ്ട്, ടോപ്പിക്സ് ഒക്കെ കുറച്ചധികം ഡിഫിക്കൽട്ടാണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവർ പറയുന്നത്. അത് ശരിയാണ്. കാരണം 9th നമുക്ക് കുറച്ചധികം ടഫായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പഠിക്കാനുള്ളത്. സിലബസ് എന്ന് പറയുന്നതും കുറച്ചധികം ടഫാണ്. സോ വളരെ കെയർഫുൾ ആയിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് അടിപൊളിയാക്കിയെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ലെവൽ നമുക്ക് ഉഷാറാക്കാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു പേടിപ്പിക്കുന്നില്ല, നിങ്ങളാരും ടെൻഷൻ ആവേണ്ട ആ കാര്യമൊന്നുമില്ല. കാരണം ഞങ്ങളെല്ലാവരും നിങ്ങളെ കൂടെയുണ്ട്, എല്ലാ കട്ട സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. അപ്പോൾ സിലബസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ള ദൗത്യമാണെന്ന് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. സോ ഞാൻ എടുക്കുന്നത് ഫിസിക്സ് ആണ്. സോ ഫിസിക്സിലെ സിലബസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നോക്കിയാൽ മക്കളെ, ഫിസിക്സിൽ നമുക്ക് പ്രധാനമായിട്ടും 5 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ മോഷനുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാവിറ്റേഷൻ, അടിപൊളി ചാപ്റ്റർ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് വർക്ക് ആൻഡ് എനർജി പവർ. വർക്ക് എനർജി പവർ അല്ല, നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ചാപ്റ്റർ സൗണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമ്മുടെ ബ്യൂട്ടി ഓഫ് ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ 5 ചാപ്റ്റേഴ്സ് വളരെ ഉഷാറായിട്ട് നിങ്ങൾ പഠിപ്പിച്ചു തരും കേട്ടോ, നിങ്ങൾ ടെൻഷൻ ആവേണ്ട. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ മോഷനിൽ എന്തൊക്കെ പഠിക്കാനുണ്ടോ നോക്കാം. നമ്മൾ 8ാം ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കില്ല കേട്ടോ. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഗ്രാഫുകളിൽ നിന്നും എങ്ങനെ നമുക്ക് ഇക്വേഷൻസ് ഉണ്ടാക്കാം, ഇക്വേഷൻസ് തന്നിട്ട് എങ്ങനെ ഗ്രാഫ് വരക്കാം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് അധികം കാര്യങ്ങൾ. പക്ഷെ ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് അതിനൊരു ട്രിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ആയിരിക്കും നിങ്ങളെ ഫേവറേറ്റ് ചാപ്റ്റർ എന്ന് പറയാം. അത്രയും രസമാണ്. ഗ്രാഫുകളൊക്കെ വന്നിട്ട് പിന്നെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ രസകരമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഇങ്ങനെ ജസ്റ്റ് വായിച്ച് നോക്കുമ്പോൾ ആദ്യം നമുക്കൊരു ടഫായി തോന്നുന്ന ചാപ്റ്റർ ആണെങ്കിലും പക്ഷെ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ. നിങ്ങൾ പറയും ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചാപ്റ്റർ എന്ന്. അത്രയും സിമ്പിളായിട്ടുള്ള പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ മോഷൻ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് വരുമ്പം നമ്മളിപ്പോൾ മോഷനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഇനി അതിൻ്റെ ലോസ്, നിങ്ങൾ ന്യൂട്ടൺസ് ലോസ് അല്ലേ, ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. ന്യൂട്ടൻ്റെ ലോസ് അല്ലെ, ആപ്പിൾ വീണ കഥ എന്നൊക്കെ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. ആ 3 ലോസ് പഠിക്കുന്ന ചാപ്റ്ററാണ് ഈ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ട് ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. നിങ്ങൾക്ക് കുറേ പഠിക്കാനുണ്ടാവും ഈ ചാപ്റ്ററിൽ, പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. ഇത് നിങ്ങളെ ഒരു ഫേവറേറ്റ് ചാപ്റ്റർ ആയി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രയും ഈസിയാണ് കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അല്ലേ നമുക്ക് ഇഷ്ടമാണ്. ഗ്രാവിറ്റി നമ്മൾ കുറേ ചെറുപ്പം മുതലേ കേൾക്കുന്ന കാര്യമാണ്. ആ സംഭവത്തെക്കുറിച്ച്, ഗ്രാവിറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ കൂടെ തന്നെ ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ഭാഗം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഫിസിക്സിൽ തന്നെ നമുക്ക് ഏറ്റവും ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും അന്വേഷിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. വളരെ രസകരമാണ്. അങ്ങനെ നമുക്ക് പഠിപ്പിക്കാനും നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമാവും, ഉറപ്പാണ്, അത്രയും ഉറപ്പാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷനിൽ. നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിൽ നിങ്ങൾ വലിയ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്ത് പഠിക്കേണ്ടി വരും. പവേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ്. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. വളരെ രസമാണ് കേട്ടോ ഈ ചാപ്റ്റർ. നെക്സ്റ്റ് ചാപ്റ്ററാണ് വർക്ക് എനർജി പവർ. നിങ്ങളുടെ ഈ 5 ചാപ്റ്റേഴ്സിൽ വെച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ണടച്ച് നിങ്ങൾക്ക് ഉത്തരം പറയാം. ദാറ്റ് ഈസ് വർക്ക് എനർജി ആൻഡ് പവർ. വർക്കിനെ കുറിച്ചിട്ടും എനർജിനെ കുറിച്ചിട്ടും പവറിനെ കുറിച്ചിട്ടും മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക. അതിൻ്റെ ഇക്വേഷൻസും അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും അത്രയും തിയറിയൊക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഏറ്റവും ഈസിയസ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇതാണെന്ന്. ഓക്കെ, അത്രയും സിമ്പിളാണ്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് സൗണ്ട്. മക്കളെ, അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയും ഉഷാറായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് സൗണ്ട് എന്ന് പറയുന്നത്. കാരണം നമ്മൾ സൗണ്ട് അല്ലേ, നമ്മൾ പറയുന്നു, നമ്മൾ കേൾക്കുന്നു, എല്ലാം സൗണ്ടിനെ കുറിച്ച് എല്ലാം വിസിബിളാണ്. സോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് വേവ്സിൻ്റെ കുറിച്ച് ഇങ്ങനെയുള്ള വേവ്സ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കുറേ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പഠിക്കും. ഭയങ്കര ഈസിയാണ്. നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു ചാപ്റ്ററാണ് സൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാകും ഈ ചാപ്റ്റർ. കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഭയങ്കര രസകരമായിട്ട് പഠിക്കാൻ
പറ്റുന്ന മറ്റൊരു ചാപ്റ്റർ നമ്മൾ സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ചാപ്റ്റർ ആണ് മക്കളെ. ഈ 5 ചാപ്റ്റേഴ്സും ഈസി ആക്കാനും സിമ്പിൾ ആക്കാനും നിങ്ങൾക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഇതിലുള്ള കോൺസെപ്റ്റ്സ് എല്ലാം നിങ്ങൾ ക്ലിയർ ആക്കേണ്ടതുണ്ട്. 100% ഷുവർ ആണെങ്കിൽ മാത്രമാണ് 9th എക്സാമിന്റെ സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കാണുമ്പോൾ ഏത് ഇക്വേഷൻ കൊടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുക ആ കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി സൈലം ഒരു നിഞ്ച ബാച്ച് അവതരിപ്പിക്കുന്നുണ്ട്. നോക്കിയോ, നിഞ്ച ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് വെറും 2999 റുപ്പീസ് മാത്രമാണ് ഒരു വർഷത്തേക്ക്. നമ്മൾ എന്തെല്ലാം രീതികളിലെ ക്യാഷ് വെറുതെ സ്പോയിൽ ആക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സംഭവമാണ് നമ്മുടെ നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങൾക്ക് നല്ല ടീച്ചേഴ്സ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ ക്ലാസ് എടുത്ത് തരിക. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടാകും. അതുപോലെ സ്കൂളിൽ പ്രത്യേകം നടക്കുന്ന എക്സാംസിലൊക്കെ ഇവിടെ നമുക്ക് മോഡൽ എക്സാംസ് ഉണ്ടാകും. അത് കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ആൻസർ കീ ഡിസ്കഷൻസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കാം. എക്സ്ട്രാ കാര്യങ്ങൾ അറിയെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരോട് ഡൗട്ടായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഫിസിക്സിനെ കുറിച്ച് നിങ്ങൾ ഓൾവേസ് കെയർഫുൾ ആയിരിക്കണം. കാരണം കുറച്ച് അധികം തന്നെ നമുക്കിതിൽ പഠിക്കാനുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ബൈ.